പത്തിരിയും ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദ വെച്ചിട്ടാണ് ചെയ്തത് മാത്രം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ പത്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ ഒരൊറ്റ പത്തിരിക്കുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റേ പത്തിരിയില്ലേ, അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൂടെ ഞാൻ കുറച്ച് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള വെള്ളമാണ് ആക്കി കൊടുത്തത്. ഈ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ ലോക്കായി കിട്ടണം കേട്ടോ. നമ്മളിതിലൊരു ഫില്ലിങ് വെച്ചതാണ്. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫില്ലിങ്ങൊക്കെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ചപ്പാത്തി കോലില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ്